VC നിയമത്തിലെ ഹൈക്കോടതി വിധിയിൽ രാജ്ഭവൻ സുപ്രീം കോടതിയെ സമീപിക്കും. വിധിയിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെടും. സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന നിയമോപദേശം ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹനനുണ്ട്. പ്രജിത്ത്, രാജ്ഭവൻ സുപ്രീം കോടതിയെ സമീപിക്കും, അതായത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? നിലവിലത്തെ സാഹചര്യത്തിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് രാജ്ഭവൻ കടക്കുന്നത്. അതായത് ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിയിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടിട്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഇത് സംബന്ധിച്ച നിയമോപദേശം രാജ്ഭവന് ലഭിച്ചിരുന്നു. തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് രാജ്ഭവൻ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും VC നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് താൽക്കാലിക VC-മാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നം അല്ലെങ്കിൽ ഗവർണർ സർക്കാർ പോര്, അതിൽ ഹൈക്കോടതി ഗവർണർ നിയമിച്ച VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള നടപടി തൽക്കാലം നിയമപരമല്ല എന്നൊരു ഉത്തരവ് ഇറക്കുന്നത്. ഇതിനെതിരെയാണ് രാജ്ഭവൻ സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയിലെയും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഉത്തരവിൽ, അതായത് നിയമനം നിയമപരമല്ലെന്ന ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെതിരെയാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് സമീപിക്കുന്നത്. ഇത്തരമൊരു വിഷയത്തിൽ ഗവർണർക്കാണോ സർക്കാരിനാണോ അധികാരം എന്നുള്ള ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഭരണഘടനാപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു അന്തിമ ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. നിലവിൽ നടക്കുന്ന ഈ ഗവർണർ സർക്കാർ പോരിന്, ഈ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഗവർണർക്ക് അനുകൂലമായി കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധി വരികയാണെങ്കിൽ ഈ സംസ്ഥാനത്തെ 13 സർവകലാശാലകളിലും അല്ലെങ്കിൽ നിലവിൽ VC-മാരില്ലാത്ത എല്ലായിടത്തും ഇത്തരത്തിലുള്ള നിയമനം നടത്തുന്നതിനേക്കുള്ള അധികാരം അത് ഗവർണറിലേക്ക് നിക്ഷിപ്തമാകും. അല്ല എങ്കിൽ അത് സർക്കാരിലേക്കും പോകും. എന്തായാലും ഈ ഗവർണർ സർക്കാർ പോലെ പ്രത്യേകിച്ച് വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ വിധിക്ക്, അല്ലെങ്കിൽ ഒരു അന്തിമ നിരീക്ഷണത്തിന്, ഒരു അന്തിമ തീരുമാനത്തിന് സുപ്രീം കോടതിയിലേക്ക് ഗവർണർ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിലവിൽ സംസ്ഥാനത്തെ 13 സർവകലാശാലകളാണ് സ്ഥിരം VC-മാരില്ലാത്ത. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ അത് സാധ്യമാകുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സർക്കാർ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ താൽക്കാലിക പുതിയ VC-മാരെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഈ പുതിയ VC-മാർ ആരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാർ ഒരു പട്ടിക 2 ദിവസത്തിനുള്ളിൽ ഗവർണർക്ക് നൽകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സമാനമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ പട്ടികയിൽ നിന്ന് ഗവർണർക്ക് VC-യെ നിയമിക്കേണ്ടി വരുമെന്നുള്ളതായിരുന്നു ഇതിന് മുൻപുള്ള ഒരു വിലയിരുത്തൽ. എന്തായാലും സുപ്രീം കോടതിയെ സമീപിച്ചതിന്റെ സാഹചര്യത്തിൽ സർക്കാർ നൽകുന്ന പട്ടികയ്ക്ക് പ്രസക്തി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകില്ല. എന്തായാലും ഇനി ഈ ഗവർണർ സുപ്രീം കോടതിയിൽ പോകുന്നതോടുകൂടി സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു വിധി അത് വന്നതിന് ശേഷമായിരിക്കും ഈ VC-മാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നടപടികൾ. രാഖി.